ഇനിയിപ്പോൾ അടുത്തൊരു വാർത്തയിലേക്ക് പോയല്ലേ, ഈ കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രം അത് തുറന്ന് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനവും ഇന്നിപ്പോൾ വരും. ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റി യോഗത്തിലാവും തീരുമാനം വരിക. PCB ഉദ്യോഗസ്ഥർ, അതുപോലെ ജില്ലാ കളക്ടർ ചെയർമാനായ ശുചിത്വ മിഷൻ, NIT വിദഗ്ധർ എന്നിവർ ഫെസിലിറ്റേഷൻ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗം പ്രഹസനമെന്നാണ് സമരസമിതി കൺവീനർ കുടുക്കിൽ ബിജുവിന്റെ പ്രതികരണം. ഓണർമാരും സമരസമിതിയുടെ പ്രതിനിധികളും ഡിവൈഎസ്പിയും CIയും അടക്കം എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ ഇതേപോലെ തന്നെ മോണിറ്റർ സംവിധാനം ഉണ്ടാക്കുകയും 4 ആവശ്യങ്ങൾ ഞങ്ങൾ പറഞ്ഞത് അത് അംഗീകരിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ സമരം നിർത്തുകയും വീണ്ടും ഇവര് അവിടെ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുകയും അതുപോലെ തന്നെ സ്മെല്ലുണ്ടാവുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ചർച്ചയും ഇവർ പറഞ്ഞത് വാക്ക് പാലിക്കാതെ പോവുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഞങ്ങൾ ഈ വൈതടിയാൽ സമരത്തിലേക്ക് ഞങ്ങൾ പോയത്. ഓക്കെ, സമരസമിതി കൺവീനർ കുടുക്കിൽ ബാബുവിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. രതീഷ് വാസുദേവ് വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. രതീഷ്, ഇപ്പോൾ കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഇന്നിപ്പോൾ ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. അതേപോലെ ഇന്നലെ ഇപ്പോൾ സർവകക്ഷി യോഗമൊക്കെ ചേർന്നിരുന്നു. ആ സർവകക്ഷി യോഗത്തിലെ ഈ സമരസമിതി കൺവീനറിന്റെ പ്രതികരണവും നമ്മൾ കേട്ടു. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം രതീഷ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സുധലക്ഷ്മി. വളരെ നിർണായകമായ യോഗമാണ് ഇന്ന് ഫ്രഷ് കട്ട് അറവുമാലിന്യ കേന്ദ്രത്തെ സംബന്ധിച്ച് ഇന്ന് എടുക്കേണ്ടത്. ഇന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ വിദഗ്ധർ ഉൾപ്പെടെയുള്ള യോഗം ചേരും. അത് കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്നിരുന്നു. അതിൽ സമരസമിതിയിൽ ക്ഷണമുണ്ടായിരുന്നില്ല എന്ന ആക്ഷേപം സമരസമിതി പ്രവർത്തകർ ഉന്നയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇത്തരത്തിൽ നിരവധി യോഗങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഇത്തരം നിബന്ധനകളൊക്കെ തന്നെ ഈ സ്ഥാപനത്തിന് അറവുമാലിന്യ കേന്ദ്രത്തിന് നൽകിയിരുന്നു. പക്ഷേ ഈ നിരന്തരമായ നിബന്ധന ലംഘനങ്ങളാണ് നടന്നത്. തുടർന്നാണ് വീണ്ടും ഈ നാട്ടുകാർ ഉൾപ്പെടെ പ്രദേശവാസികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി വീണ്ടും രംഗത്ത് വരാനും ഈ സമരത്തിലേക്ക് പോകാനും ഒക്കെ കാരണമായത്. അതുകൊണ്ട് ഈ നിബന്ധനകൾ പാലിക്കത്തക്ക രീതിയിൽ എന്ത് നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ നിർണായക ജില്ലാതല യോഗത്തിൻ്റെയും ഫലമായി ഉണ്ടാവേണ്ടത്. എന്തായാലും അതായത് നിരന്തരം ഇത്തരം യോഗങ്ങൾ ചേരുകയും തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് നടപ്പിലാക്കാത്തതാണ് ഈ പ്രദേശവാസികളായ ആളുകളെ സമരസമിതിയൊക്കെ പ്രകോപിപ്പിക്കുന്നത്. അതാണ് തുടർ സമരം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നത്. അവർ എന്തായാലും ഈ ഫ്രഷ് കട്ട് അറവ് മാലിന്യം ഈ പ്രദേശത്ത് നിന്ന് മാറ്റണമെന്ന നിലപാടിൽ നിന്ന് മാറ്റമില്ല. ഇത്തരത്തിൽ ഒരു ഒത്തീർപ്പ് തീരുമാനമാണെങ്കിൽ വീണ്ടും സമരരംഗത്തേക്ക് വരും എന്ന് പറയുന്നു. അതിനിടയ്ക്ക് ഇപ്പോൾ അനധികൃതമായ വളരെ മോശമായ രീതിയിൽ വീടുകൾ കയറി ഈ പ്രതികളെ കണ്ടെത്തുന്ന പോലീസ് നടപടിയെ കർശനമായി നിയന്ത്രിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പോലീസ് പറയുന്നത് തിരിച്ചറിഞ്ഞ പ്രതികളെ തേടി ഇത്തരം നടപടികൾ തുടരേണ്ടതുണ്ട്. പക്ഷേ ഈ പറയുന്ന ആക്ഷേപങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള അത്തരം പരമാവധി സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പരിശോധന നടത്തും. കാരണം പ്രതികളെ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് തന്നെ പോലീസും പറയുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ നിർണായക യോഗം എത്രത്തോളം ഫലപ്രാപ്തി എത്തും എന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് ഈ ഭാവിയിൽ ഫ്രഷ് കട്ട് കേന്ദ്രത്തിന്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഓക്കെ, വ്യക്തമാണ്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.